ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. അതുപോലെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് ഒരു പാനിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്ക്ക് പകരം 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് ഇളക്കി കൊടുത്ത് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം വെള്ളം ഇവിടെ നിന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് 2 കപ്പ് റാഗി കൂടി ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരു കപ്പോ ഒരു ഗ്ലാസ്സോ നമ്മൾ അളവിനായിട്ട് എടുത്താൽ മതി. ഇനി ഇതൊന്നും കട്ട പിടിക്കാതെ നന്നായിട്ട് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇങ്ങനൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പം വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഈ ഒരു ബൗളിലേക്കൊന്ന് മാറ്റിയ ശേഷം ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് നല്ല സോഫ്റ്റായിട്ട് വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ. നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നല്ല ട്രൈ ചെയ്യാൻ തോന്നുവാണെങ്കിൽ കൈ ഒന്ന് നനച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പം നമ്മളിതിവിടെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടുന്ന ഫില്ലിംഗ് തയ്യാറാക്കുന്നതിനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടുന്നത് ചക്കപ്പഴമാണ്. ഞാനിപ്പോൾ ഇവിടെ ചക്കപ്പഴം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ അരിഞ്ഞെടുത്ത ചക്കപ്പഴം 2 കപ്പുണ്ട്. അത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് ഇളക്കി കൊടുത്ത് ഈ ചക്കപ്പഴം ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. മധുരത്തിനായിട്ട് 1/2 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുക. മണ്ണും പൊടിയൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ അല്പം വെള്ളത്തിലൊന്ന് അരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പം ശർക്കരയും ചക്കപ്പഴവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വെന്തുടയുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഈ ഒരു പലഹാരം ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ വാഴയില ഒന്ന് വാട്ടി ഇതുപോലെ ഒന്ന് കീറി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ റാഗിയുടെ ഒരു മിക്സ് ചെറിയ ബോൾസാക്കി ഉരുട്ടി ഇങ്ങനെ ഒന്ന് വെച്ച് പരത്തിയെടുക്കാം. ഒരല്പം വെള്ളത്തിലൊന്ന് കൈ മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പരത്തിയെടുക്കാൻ പറ്റും. നല്ല റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഇതിവിടെ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്ങൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. എല്ലാം നമ്മളിപ്പം ഫില്ലിങ്ങൊക്കെ വെച്ച് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചതിന് ശേഷം തീരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് തട്ടിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 20 മിനിറ്റ് ആവിയിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അങ്ങനെ റാഗിപ്പൊടിയും ചക്കപ്പഴവും ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.